വണ്ടി ലോക്ക് ചെയ്ത് അവനും അവൾക്കൊപ്പം ഇറങ്ങിയിരുന്നു. മൊബൈൽ ലൈറ്റിന്റെ വെട്ടത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇരുവരും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. വാതിൽ തട്ടി 3-4 നിമിഷങ്ങൾക്ക് ശേഷമാണ് കതക് തുറന്നത്. സഞ്ജയെയും ശ്രുതിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ അജിതയുടെ മുഖത്ത് ദേഷ്യം വിടർന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നു. എവിടെയായിരുന്നടി ഇതുവരെ? വിളിച്ചിട്ട് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. നീ പിന്നെന്തിനാ ഒരു ഫോണും കൊണ്ട് നടക്കുന്നത്? സഞ്ജയ് ഒപ്പമുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ അവളുടെ തോളിലേക്ക് പിടിച്ച് അടിച്ചുകൊണ്ടാണ് അജിത അത്രയും പറഞ്ഞത്. 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എന്ത് ജോലിയാടി നിനക്കുള്ളത്? സഞ്ജയുടെ മുഖത്തേക്ക് നോക്കിയാണ് ശ്രുതിയോട് അവരത് ചോദിച്ചത്. ഒരമ്മയുടെ സ്വാഭാവികമായ ആദികളായി മാത്രമാണ് അവനത് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവൻ പ്രതികരിച്ചില്ല. അവരൽപ്പം തണുത്തു എന്ന് തോന്നിയപ്പോഴാണ് അവൻ മറുപടി പറഞ്ഞത്. ശ്രുതിയെ വഴക്കു പറയണ്ട. വണ്ടിക്കൊരു പ്രശ്നം പറ്റി. അവിടുത്തെ സാഹചര്യം വച്ച് വണ്ടിയുടെ പ്രശ്നം പെട്ടെന്ന് മാറ്റാൻ പറ്റിയതായിരുന്നില്ല. മെക്കാനിക്കും റേഞ്ചും ഒന്നുമില്ലാത്തൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് മെക്കാനിക്കിനെയൊക്കെ വിളിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകി. അവിടെ എനിക്ക് പരിചയമുള്ളൊരു വീടുണ്ടായിരുന്നു. അവിടെയാ താമസിച്ചത്. അവിടെ അമ്മയുടെ പ്രായമുള്ള അമ്മച്ചിയും അപ്പച്ചനും ഉണ്ടായിരുന്നു. അമ്മ ഭയക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സഞ്ജയ് പറഞ്ഞു. സാർ എന്തൊക്കെ പറഞ്ഞാലും പ്രായം തികഞ്ഞൊരു പെണ്ണാണിവൾ. അയൽവക്കത്തൊക്കെ ഉള്ളവര് എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? എന്ത് ജോലിയാണെന്നാ ചോദിക്കുന്നത്? ഒന്നാമത്തെ വട്ടം അല്ല, ഇങ്ങനെ പോയാൽ പിന്നെ ഒരു വിവരവും ഇല്ലാതാകാൻ തുടങ്ങിയിട്ട് കുറെ വട്ടമായി. എത്ര രൂപ ശമ്പളം തരുമെന്ന് പറഞ്ഞാലും ആത്മാഭിമാനം വിറ്റിട്ടുള്ള ഈ ജോലിക്ക് ഇനി പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അമ്മയൊന്ന് കേൾക്ക്, എന്നിട്ട് സംസാരിക്കാം. ശ്രുതി പറഞ്ഞു. എന്ത് സംഭവിച്ചാലും ഇനി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും ഞാൻ സമ്മതിക്കില്ല. കുടുംബം പട്ടിണിയായാലും വേണ്ടില്ല സാറേ, ഇനി ഇവളെ ജോലിക്ക് വിടുന്നില്ല. അജിത തീർത്തു പറഞ്ഞു. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഞാൻ തെറ്റു പറയില്ല. അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കൂ. സമാധാനമായിട്ട് ശ്രുതി പറയുന്നതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. രാത്രി ഒരുപാട് വൈകി, ഞാൻ ഇറങ്ങട്ടെ. ശ്രുതിയുടെ മുഖത്തു കൂടി നോക്കിയാണ് അവൻ ഇറങ്ങിയത്. അവൾക്കെന്തോ വല്ലാത്ത വേദന തോന്നി. അവനെ അപമാനിച്ചു വിടുന്നത് പോലെ ആ മനം വെറുതെ പോലും ഒന്ന് നോവുന്നത് തനിക്ക് സഹിക്കില്ലല്ലോ. സഞ്ജയ് പോയി കഴിഞ്ഞപ്പോൾ വിശദമായി തന്നെ അവൾ അജിതയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവരുടെ മുഖത്ത് ആദ്യത്തെ അത്രയും ദേഷ്യം ഉണ്ടായിരുന്നില്ല, ഒരല്പം അയവ് വന്നതുപോലെ. ഏതായാലും ഈ ജോലി ഇനി വേണ്ട ശ്രുതി. എനിക്കെന്തോ ഇതങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ ഓഫീസിൽ പോയിരുന്നു. എന്നിട്ട്? അമ്പരപ്പോടെ അവൾ അജിതയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ചെന്നപ്പോൾ നിന്റെ സാറും അവിടെ ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അപ്പുറത്തെ രമണി ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ. തിരികെ വന്നപ്പോൾ അവരുടെ കിള്ളിക്കിളിയുള്ള ചോദ്യവും വർത്തമാനവും എനിക്ക് വയ്യ ഒന്നിന് മറുപടി പറയാൻ. അവർ ചോദിക്കുക എന്ത് ജോലിയാ മോൾക്കെന്ന്. എൻ്റെ തൊലി ഉരിഞ്ഞുപോയി. എത്ര രൂപ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ജോലി ഒന്നും നമുക്ക് വേണ്ട മോളെ. അമ്മ വിചാരിക്കുന്നത് പോലെ മോശമായ ഒരു ജോലിയും ഞാൻ ചെയ്യുന്നില്ല. അമ്മയോട് ആരാ പറഞ്ഞത് അവരെയും കൂട്ടി ഓഫീസിലേക്ക് പോകാൻ? ഓഫീസിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇത് അമ്മ എന്നെ നാണം കെടുത്തിയത് പോലെയായി. ഓഫീസിൽ ചെന്ന് നീ എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ല. സഞ്ജീവ് സാറിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ ഇല്ല. ഏതോ ഒരു മേഡം ഉണ്ടെന്ന് പറഞ്ഞു. അവരെ കയറി കണ്ടു. അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്നെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അവൾക്ക് അല്പം ആശ്വാസം തോന്നിയിരുന്നു. തിരികെ പോയപ്പോൾ സഞ്ജയുടെ മനസ്സിലും വല്ലാത്തൊരു വേദന തോന്നി. അജിതയുടെ ഇടപെടൽ അവന്റെ ഹൃദയത്തെ നീറ്റി. അതിലെല്ലാം ഉപരിയായിരുന്നു ശ്രുതിയുടെ മുഖവും കരങ്ങളുടെ സ്പർശനവും ഒക്കെ. താൻ തിരികെ പോകാൻ നേരം നിസ്സഹായതയോടെ തന്നെ നോക്കിയ നോട്ടം. ആ കണ്ണുകളിൽ തിളങ്ങി നിന്നത് തന്നോടുള്ള പ്രണയമായിരുന്നില്ലേ? തനിക്ക് വേണ്ടിയുള്ള പ്രണയമല്ലേ ആ നിമിഷം ആ മിഴികളിൽ ഉടലെടുത്തത്? അതൊക്കെ ചിന്തിച്ചപ്പോൾ അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി മൊട്ടിട്ടിരുന്നു. വീട്ടിലേക്ക് ചെന്ന് സഞ്ജയെ കണ്ടപ്പോൾ മല്ലികയും അല്പം ദേഷ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് തന്നെ വിളിച്ച് പറയാതിരുന്നതെന്നായിരുന്നു അവരുടെ ദേഷ്യം. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ആശ്വാസം തോന്നി. പിറ്റേന്ന് ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടും പോകാതിരിക്കാൻ ശ്രുതിക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്നലെ ഇവിടെ നിന്നും വിഷമിച്ചു പോയവന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ. പെട്ടെന്ന് തന്നെ ഒരുങ്ങി അവൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു. ഓഫീസിൽ ചെന്ന സമയം മുതലേ തന്നെ എല്ലാവരും അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു. അനുഗ്രഹയ്ക്ക് അരികിലേക്കാണ് അവൾ ചെന്നത്. താൻ എവിടെയായിരുന്നു? ഞാൻ എത്ര വട്ടം വിളിച്ചു നോക്കി. അനുഗ്രഹ മാത്രം യാതൊരു വിധത്തിലുള്ള അകലവും കാണിക്കാതെ അവളോട് ഇടപെട്ടു. അതൊരു വലിയ കഥയാണ്, പിന്നെ പറയാം. ഇന്നലെ എൻ്റെ അമ്മ ഓഫീസിൽ വന്നിരുന്നു അല്ലേ? ശ്രുതി ചോദിച്ചു. ആ വന്നിരുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സാറിൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടു. അവിടെ ഗൗരി മേഡം ഉണ്ടായിരുന്നു. മേഡത്തിനോടാണ് മുഴുവൻ സംസാരിച്ചത്. അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നിയിരുന്നു. സാറ് വന്നോ?
അനുഗ്രഹയോടെയായി അവൾ ചോദിച്ചു. സാറ് രാവിലെ വന്നു. സാധാരണ വരുന്നതിൽ നേരത്തെയാണ് ഇന്ന് വന്നത്. ഞാനൊന്ന് കാണട്ടെ. അനുഗ്രഹിക്കും മറ്റുള്ളവർക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പറഞ്ഞാണ് അവൾ ക്യാബിന്റെ അരികിലേക്ക് നടന്നത്. നടക്കുമ്പോൾ അവളുടെ ഹൃദയതാളം വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. സഞ്ജയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. വരേണ്ട സമയമായിട്ടും അവളെ കാണാതായപ്പോൾ ഒരു വേദന ഹൃദയത്തിൽ ഉടലെടുത്തിരുന്നു. ഇന്ന് വന്നില്ലെങ്കിലോ എന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ. ഇന്നലെ ഉറങ്ങിയിട്ട് പോലുമില്ല. രാവിലെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. പ്രണയത്തിന് ഇത്രയും ശക്തി ഉണ്ടോ എന്ന് തോന്നിപ്പോയി. ഭക്ഷണം പോലും കഴിക്കാതെയാണ് രാവിലെ ഓഫീസിലേക്ക് വന്നത്. വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത്രയും സമയമായിട്ടും അവളെ കാണാതിരുന്നപ്പോൾ അവന്റെ ഹൃദയവും തപിച്ചുകൊണ്ടിരുന്നു. മേ കമ്മിങ് സർ? പരിചിതമായ ആ ശബ്ദം കേട്ടപ്പോഴേക്കും അവന്റെ ഹൃദയവും ഒരു കൗമാരക്കാരനെ പോലെ തുടി കൊട്ടിയിരുന്നു. ഈ 30കളിൽ തന്റെ ഉള്ളം വീണ്ടും ഒരു 17കാരനിലേക്ക് പോകുന്നത് അത്ഭുതത്തോടെ സഞ്ജയ് അറിഞ്ഞു. എസ്, അവൻ പറഞ്ഞതും ക്യാബിൻ തുറന്നവൾ അകത്തേക്ക് വന്നു. ഇതുവരെ കാണാത്തതുപോലെ അവൻ അവളെ ഒന്ന് നോക്കി. പർപ്പിൾ നിറത്തിലുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം. ഒരു കറുത്ത പൊട്ടും അതിനു മുകളിൽ ഭസ്മവും ചാർത്തിയിട്ടുണ്ട്. മുടി ഇങ്ങനെ വിടർത്തിയിട്ടിരിക്കുകയാണ്. ആ നിമിഷം ആ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു. ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എത്ര മണിക്കാണെന്ന് ശ്രുതിക്ക് അറിയോ? അല്പം ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു. അവളുടെ മുഖഭാവം മാറുകയും അത് ഭയത്തിന് വഴിമാറുകയും ചെയ്തത് അവൻ മനസ്സിലാക്കി. ഒരു കുസൃതിയോടെ അതേ ഗൗരവത്തോടെ തന്നെ അവൻ തുടർന്നു. എൻ്റെ അറിവിൽ ഇവിടുത്തെ ഡ്യൂട്ടി ടൈം 9 മണി മുതൽ 5:30 വരെയാണ്. ഇനി ഞാൻ അറിയാത്തത് 9:45 മാറ്റിയോന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ സമയമൊന്ന് നോക്കിക്കേ. സമയത്തിന് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ റെസിഗ്നേഷൻ നൽകി വീട്ടിലിരിക്കണം. ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും പറയുന്നവനെ അവൾ മനസ്സിലാവാതെ നോക്കി. ആ മുഖത്ത് ഭയം നിഴലിക്കുന്നതും ആ മിഴികൾ കലങ്ങുന്നതും കണ്ടപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു. സമയത്തിന് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ റെസിഗ്നേഷൻ നൽകി വീട്ടിലിരിക്കണം. എന്താ ശ്രുതി, തനിക്ക് സമയത്തിന് ഓഫീസിൽ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീണ്ടും ഗൗരവത്തോടെ അവൻ ചോദിച്ചു. ഇന്ന് ഈ ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞ് അമ്മ രാവിലെ ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിലാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വന്നത്. അപ്പോഴേക്കും കരയാറായിരുന്നു ശ്രുതി. അമ്മയല്ല, ആര് പറഞ്ഞാലും താൻ ഇന്നിവിടെ എത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് താനിരിക്കുന്ന കസേരയ്ക്ക് അരികിലേക്ക് വലിച്ചുകൊണ്ട് സഞ്ജയ് പറഞ്ഞപ്പോൾ അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. പേടിച്ചുപോയോ? അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒരു കൂർത്ത നോട്ടത്തിലൂടെയാണ് അവൾ മറുപടി പറഞ്ഞത്. പൊടുന്നതിനെ മാറുന്ന അവളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ട് അവന് തന്നെ ചിരി വന്നു പോയിരുന്നു. അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ചുമ്മാ ഒന്ന് വിരട്ടിയതല്ലേ. അതുപോട്ടെ, രാവിലെ അമ്മയെന്താ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞത്? അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് ചെന്നു. അപ്പോഴും ആ കൈകൾ അവൻ്റെ ഉള്ളിൽ ഭദ്രമായിരുന്നു. എന്നാൽ ദേഷ്യത്തോടെ ആ കൈകൾ അവനിൽ നിന്നും കുടഞ്ഞിരുന്നു അവൾ. എന്നിട്ട് കൂറിപ്പിച്ച് അവനെ ഒന്ന് നോക്കി. പറ്റിക്കാൻ പറ്റിയ സമയം. നെഞ്ചിൽ ഒരു കൊട്ട തീയുമായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പൊ കുഞ്ഞു കളിക്കുവാന്നോ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. ഇരു കൈയും കെട്ടി അവളെ അടിമുടി നോക്കി ചിരിയോടെ നോക്കി അവൻ ചോദിച്ചു. എവിടെയാ ഈ കൊട്ടത്തീ കൊണ്ടുവന്നത്? ഞാൻ കണ്ടില്ലല്ലോ. താൻ വരുമ്പോ ഞാൻ കൊട്ടയൊന്നും കണ്ടില്ലല്ലോ. ദേ സാറേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കൂർപ്പിച്ച് വീണ്ടും അവനെ നോക്കി അവൾ പറഞ്ഞു. അല്ലെങ്കിലും ആദ്യം മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യം തന്നെയാ. അവളുടെ മൂക്കിലൊന്ന് പിടിച്ച് അമർത്തി ഞെരിച്ച് അവൻ പറഞ്ഞു. ആ നിമിഷം അവളുടെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞു പോയിരുന്നു. ചെറു ചിരിയോടെ അവൾ അവനെ നോക്കി. ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ അവന് വശമുണ്ടായിരുന്നു എന്നതുപോലെ. ഇത് സാറ് തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മാറ്റം വന്നതുപോലെ. താൻ എന്നെ മൊത്തത്തിൽ മാറ്റി കളഞ്ഞില്ലേ? വീണ്ടും അവളുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ആ നിമിഷം അവളും ആർദ്രമായി പോയിരുന്നു. അവന്റെ നെഞ്ചിലിരുന്ന കൈ പെട്ടെന്ന് അവൻ കവളിലൂടെ തലോടി. ഒരു നിമിഷം സഞ്ജുവും ആർദ്രമായി പോയി. പെട്ടെന്നാണ് അത് ഓഫീസാണെന്ന് രണ്ടുപേർക്കും ബോധം വന്നത്. ആ നിമിഷം രണ്ടുപേരും പരസ്പരം അകലം വിട്ടു. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ എന്താണ് സംസാരിക്കുന്നതെന്നോ മറന്നു പോകുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ചമ്മലോടെ അവൻ പറഞ്ഞു. ഞാനും. അതേ ചമ്മലോടെ തന്നെ അവളും മറുപടി പറഞ്ഞു. അങ്ങനെ മറന്നു പോകാൻ പാടില്ല. നമ്മൾ ഓഫീസിലാണ് നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം മറക്കാൻ പാടില്ല. ഈ ഓഫീസിന് പുറത്ത് നമുക്കിടയിൽ എന്തുണ്ടെങ്കിലും ജോലിക്കാർ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ഒരു കുറ്റമുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.
ചിരിയോടെ അവൻ പറഞ്ഞു. പിന്നെ അവന്റെ അരികിലുള്ള കസേര നീക്കിയിട്ട് അവളോട് ഇരിക്കാൻ കണ്ണുകൾ കൊണ്ട് ആഗ്നം കാണിച്ചു. നേരത്തെ ആണെങ്കിൽ ഇരിക്കാൻ ഒരല്പം പരിഭ്രമം ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. തൻ്റെ അല്ലേ, തൻ്റെ സ്വന്തമല്ലേ, ആ ചിന്തയാണ്. അവൾ ഇരുന്നു. ഇനി പറ, അമ്മ എന്തു പറഞ്ഞു? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ടാ അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. ഇനി ജോലിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തു വന്നാലും പോകുമെന്ന്. അമ്മ തീർത്തിനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അത്ര ശക്തമായി എതിർത്ത് പറഞ്ഞാൽ തനിക്ക് ജോലിക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വരാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ. വന്നില്ലെങ്കിൽ ഞാനങ്ങ് വരും. അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞു. എന്നിട്ട്? ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു. എന്നിട്ടും എന്താ? ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ തന്നെ തൂക്കി ഞാനിങ്ങ് പോരും. അമ്മ എതിർത്താലോ? ആര് വേണമെങ്കിലും എതിർത്തോട്ടെ. എതിർക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഇതെൻ്റെ പെണ്ണാണെന്ന്. ഈ മനസ്സിൽ മൊത്തം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ ഇവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ശ്രുതിയുടെ മനസ്സ് നിറയാൻ ആ വാക്കുകളുടെ ശക്തി ധാരാളമായിരുന്നു. എത്രയോ കാലങ്ങളായി താൻ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ഈ വാക്കുകൾ. ശരിക്കും അങ്ങനെ പറയൂ? വിശ്വാസം വരാത്ത പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയും, ഉറപ്പോടെ അവൻ പറഞ്ഞതും ശ്രുതി ചുറ്റുപാടും ഒന്ന് നോക്കി. അവിടെ എങ്ങാനും ക്യാമറ ഉണ്ടോ എന്ന്. എനിക്ക് വാഷ്റൂമിലേക്ക് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത്രയും പറഞ്ഞവൾ മുൻപേ ഇറങ്ങിയപ്പോൾ അവന് കാര്യം മനസ്സിലായിരുന്നില്ല. എങ്കിലും അവൾ പോയ പുറകെ സഞ്ജയും അവിടേക്ക് തന്നെ പോയിരുന്നു. ക്യാബിനിൽ നിന്നും രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നത് ഓഫീസിൽ തന്നെ ചിലരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ചിലർ പരസ്പരം നോക്കുകയും അർത്ഥം വെച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നിരുന്നു ശ്രുതി. തൊട്ടുപുറകെ വന്ന സഞ്ജയെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു. എന്താടോ, എന്തുപറ്റി? തനിക്കെന്താ ഇവിടെ വെച്ച് പറയാനുള്ള കാര്യം? അവനാകെ മാനം ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു. അത് പറയാനല്ല, അവിടെയൊക്കെ ക്യാമറ ആയോണ്ടാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്ത്? മനസ്സിലാവാതെ സഞ്ജയ് ചോദിച്ചു. സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം വന്നു. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു കാര്യം തോന്നി, അതപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജയ് പറഞ്ഞതിന് മുൻപേ പെട്ടെന്ന് അവൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഒരു നിമിഷം മിഴിഞ്ഞു നിന്നുപോയി സഞ്ജയ്. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി എടുത്തപ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി നാമ്പെട്ടു. ഏറെ സന്തോഷത്തോടെ ചുണ്ടിൽ അതേ പുഞ്ചിരിയുമായാണ് തിരികെ അവൻ ക്യാബിനിലേക്ക് നടന്നത്. ക്യാബിനകത്തേക്ക് കയറാൻ തുടങ്ങിയ ശ്രുതിയെ വരവേറ്റത് MDയുടെ കസേരയിൽ ഇരുന്ന ഗൗരിയാണ്. അവളെ കണ്ടതും ശ്രുതി ഒന്ന് അമ്പരന്നിരുന്നു. അകത്തേക്ക് കയറി ബാഗ് എടുത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് പോകുന്നതിന് മുൻപ് കൈകൾ കൊട്ടി ഗൗരി അവളെ വിളിച്ചു. ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? കണ്ടു മേഡം, അവൾ ഭവ്യതയോട് പറഞ്ഞു. പിന്നെന്താ ഒരു ആദരവില്ലാത്തത്? MDയുടെ കസേരയിൽ ഇരിക്കുന്ന കണ്ടാൽ അറിയില്ലേ ഞാൻ ഈ ഓഫീസിലെ ആരാണെന്ന്? ഒന്ന് വിഷ് ചെയ്യാൻ പോലും അറിയില്ലേ? സോറി മേഡം. നീയും സഞ്ജയും കൂടി ഇന്നലെ എവിടെയായിരുന്നു ടൂറ്? അധികാരത്തോടെ ചോദിക്കുന്നവളെ തന്നെ ശ്രുതി തുറച്ചു നോക്കി. അവളുടെ ചോദ്യവും ആജ്ഞയുടെ ഭാഷയും ശ്രുതിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അതവൾ മുഖത്ത് ഭാവിച്ചില്ല. അത് ഒഫീഷ്യൽ ടൂറായിരുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. സാറിനോട് ചോദിച്ചാൽ മതി. സാറിനോടല്ലല്ലോ, നിന്നോടല്ലേ ചോദിച്ചത്. നീ മറുപടി പറഞ്ഞാൽ മതി. സോറി മേഡം, സാർ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല. ആരടി നിന്റെ സാറ്? നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നലെ നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ ഒഫീഷ്യൽ ടൂറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. ഇതുവരെ സ്ത്രീകളോട് ശരിക്കും സംസാരിക്കുക പോലും ചെയ്യാത്ത സഞ്ജയ് നിന്നെ പോലെ ഒരുത്തിയെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്തോ കൈവശം കൊടുത്തിട്ടാണ് സഞ്ജയെ മയക്കിയതെന്ന്. ചെറുപ്രായം, തൊലി വെളുപ്പും കൂടി കാണുമ്പോൾ ചില ആണുങ്ങൾ വീഴും. സ്വാഭാവികം. നിന്നെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. ശ്രുതിക്ക് ദേഷ്യം വന്നെങ്കിലും കടിച്ചമർത്തി. എങ്കിലും 2 കല്യാണം കഴിച്ച അയാൾ തന്നെ വേണം നിനക്ക് ഈ ചെറുപ്രായത്തിൽ, അല്ലേടി? ഗൗരിയുടെ ആ വെളിപ്പെടുത്തലിൽ ശ്രുതി ഞെട്ടിപ്പോയിരുന്നു. അതിനു മുൻപേ അവൾ പറഞ്ഞ ഒന്നും തന്നെ ശ്രുതി കേട്ടില്ല. അവസാനത്തെ ഗൗരിയുടെ ആ വാക്ക്, ആ ഒരു വാക്കിൽ മാത്രം അവൾ കുരുങ്ങിക്കിടന്നു. തൻ്റെ തൊട്ടുപിറകിൽ ഒരു ചലനമറിഞ്ഞ് തിരിഞ്ഞു നോക്കി ശ്രുതി സഞ്ജയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഗൗരിയുടെ വെളിപ്പെടുത്തൽ ആ മുഖത്തും ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഏറെ കുറ്റബോധത്തോടെ തന്നെ നോക്കുന്നവന്റെ കണ്ണുകളിൽ നിന്നും ഗൗരി പറഞ്ഞ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. തുടരും.